നടന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷെ ഈ സിനിമയുടെ ഒരു ലാളിത്യം ഈ ചടങ്ങിനും ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഈ വേദിയിൽ നിന്ന് എന്നെ ഈ 150ാമത്തെ സിനിമ വരെ എത്തിച്ച എൻ്റെ പ്രൊഡ്യൂസേഴ്സ്, എൻ്റെ ഡയറക്ടേഴ്സ്, എൻ്റെ റൈറ്റേഴ്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ യൂണിറ്റിൽ എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയുന്നു. ദൈവത്തിനോടും വലിയ സന്തോഷമുണ്ട്. ഈ സിനിമ പുതിയ തലമുറയിലെ ആളുകളോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത്. അവരും ഇതിലെ സംവിധായകൻ പുതിയ ആളാണ്. അതുപോലെ ഇതിൻ്റെ റൈറ്റർ അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ 4-ാമത്തെ 6-ാമത്തെ നെപ്പി തന്നെ അങ്ങോട്ട് കയറി. അപ്പം അങ്ങനെ സിനിമകൾ കൂടട്ടെ. ഷാരീസ് അതുപോലെ സാഗർ, ഇവർ 3 പേരുമാണ് ഈ സിനിമയുടെ കഥ പറയുന്ന സമയം തുടങ്ങി ഇവരൊരുമിച്ച്. ഞാൻ ആദ്യം കാണുന്നത് ബിന്ദുവിനെയും ഷാരീസിനെയാണ്, ലിസ്റ്റുമായി പറഞ്ഞിട്ട്. ആദ്യം ലിസ്റ്റിൻ്റെ കാര്യം പറയാം. ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും യാത്രക്കിടയിലാണ് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടേയിരുന്നത്. പിന്നെ പല വേദികൾ വെച്ച് പരിചയപ്പെട്ടു. ആ പരിചയം ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയില്ലേ. ഈ കഴിഞ്ഞ 7-8 വർഷമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തും പലപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾ സിനിമകളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ എന്നെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമയെക്കുറിച്ചല്ല സംസാരിച്ചിട്ടുള്ളത്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത്യാവശ്യമായിട്ടൊന്ന് കാണുന്ന ഒരു കാര്യം പറയാനുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണോ? അല്ല, ഒരു സിനിമയുടെ കാര്യം പറയാനാണ്. ഞാൻ പറഞ്ഞു, നേരിട്ട് സംസാരിക്കാം. അങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നത്. ഇവരെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ലിസ്റ്റിനോട് ചോദിച്ചു, സത്യത്തിൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടാണോ ഈ സമയത്ത് എന്നെ വെച്ച സിനിമ ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഈ സിനിമയുടെ കഥ നിങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രിൻസിൻ്റെ കഥ കേട്ടു. ഷാരീസാണ് വ്യക്തമായി പറഞ്ഞത്. ഈ സിനിമ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് അത്രയും ആനുകാലിക പ്രസക്തിയുള്ളൊരു ചിത്രമാണ്. കാരണം നമ്മളെല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ആർക്കും ഒരു പ്രൈവസി ഇല്ല. അങ്ങനെയുള്ള ലൈഫിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന പ്രിൻസ് ലൈഫിൽ അയാൾ സർവൈവ് ചെയ്യാൻ, അയാൾ മുന്നോട്ട് പോകാൻ വേണ്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആണ് ഈ സിനിമയിലൂടെ ഷാരീസും ബിൻഡോയും പറഞ്ഞിരിക്കുന്നത്. അതിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് ലിസ്റ്റിന്. ഈ സിനിമയിൽ ഇവിടെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഞങ്ങൾ അത്രയും വിശ്വസിച്ച് അവരെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും പറഞ്ഞിട്ട് പുതിയ തലമുറയിലെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം. ഞാൻ എപ്പോഴേ വർക്ക് ചെയ്യേണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഡോർ തുറന്നു വെച്ചിരിക്കുകയാണ്. പുതിയ തലമുറയിലെ ആളുകൾ നല്ല കഥകളായിട്ട് വരിക. കാരണം നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നമ്മൾ താരങ്ങൾ, ഇപ്പം എൻ്റെ സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ വെറുതെ കിടന്ന് ആടിയിട്ട് കാര്യമില്ല. അതിനുള്ള കണ്ടന്റ് കൊണ്ടുവരുന്നത് അതിൻ്റെ ടെക്നീഷ്യൻസ് ആണ്, എൻ്റെ റൈറ്ററാണ്, എൻ്റെ ഡയറക്ടറാണ്. അതിൻ്റെ കൂടെ സഞ്ചരിക്കാനാണ് നമ്മൾക്കും താല്പര്യം. അപ്പം അങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ ഞാൻ ഈ സിനിമയിൽ എന്നെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനും പ്രിൻസിനെ ഇഷ്ടപ്പെടുന്നു. കാരണം ഇതിൽ ഓരോ മുഹൂർത്തങ്ങളും ജോണി പറഞ്ഞ പോലെ തന്നെ ഷാരീസ് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അത് നമുക്ക് കാണാം അല്ലേ, ഷാരീസിൻ്റെ കണ്ണുകളിലൂടെ. അപ്പോൾ ഷാരീസ് അത്രയും സ്ട്രെയിൻ ചെയ്ത് ആ കഥാപാത്രം ഇങ്ങനെ ചെയ്യുള്ളൂ, ഇതിങ്ങനെയാണ് ചേട്ടാ അങ്ങനെയാണ്. ജോണിയോട് പലപ്പോഴും ചെന്ന് പറയുമ്പോൾ ഞാൻ ജോണിനെ മാറ്റി നിർത്തി ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിനക്കിതൊക്കെ ചെയ്യാൻ പറ്റൂടാ? കാരണം ഞാൻ ജോണിനെ കുറെ കാലമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നറിയില്ല, ജോണി എനിക്ക് തോന്നുന്നത് ഈ ലിസ്റ്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ തന്നെ പഠിക്കുന്നതെന്ന് തോന്നുന്നത്. നൈറ്റിൽ പോയി ഭയങ്കര പഠിത്തം. അപ്പോൾ കാണാത്ത എക്സ്പ്രഷനൊക്കെ ഞാൻ പറഞ്ഞു, ജോണി എന്തെങ്കിലും കൊണ്ട് എനിക്കും പറഞ്ഞു തരാം. ഇവർ ഒന്ന് പറയുമ്പോൾ നമ്മൾ വാല് മുറിയാൻ പാടില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടോ
എനിക്കങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല അല്ലേ ഭാഗ്യത്തിന്. ആ അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ച് എൻ്റെ കൂടെ അഭിനയിച്ച സിദ്ദിഖ, ബിന്ദു, ധ്യാൻ, ജോസൂട്ടി, പിന്നെ അതുപോലെ നമ്മളുടെ കുറച്ച് പുതിയ താരങ്ങൾ ഈ സിനിമയിലുണ്ട്. അവരൊക്കെ വന്ന് സംസാരിക്കുന്നതാണ്. പിന്നെ പറയാൻ വന്ന കാര്യം അത് പിന്നെ പറയാം, ലിസ്റ്റും പറഞ്ഞ പോലെ തന്നെ. ഈ 150ാമത്തെ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ സിനിമയുടെ അധികം ഫങ്ഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷാരിസും ബിന്ദുവും തന്നെ പറഞ്ഞു, നമുക്ക് ലളിതമായിട്ട് ഈ കാര്യം പറയാം. ഈ മെയ് 9 ഈ സിനിമ വരികയാണ്. ഈ മെയ് 9 വരുമ്പോൾ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, ഷാരിസ് ഇവിടെ ഗോകുലിനെ പരിചയപ്പെടുത്തി ഈ പടത്തിൻ്റെ ആർട്ടിസ്റ്റാന്നും പറഞ്ഞ് ആ സാധനം ആരും എടുത്തുകൊണ്ട് പണ്ട് നോക്കിക്കോളണം. ഒരു 9-ാം തീയതി വരെ ഇത് നമുക്കിത് പിടിച്ചു വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുവരെ നിങ്ങൾ അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി രഹസ്യമാക്കി വെച്ചേക്കണം. അപ്പോൾ ഈ സിനിമയിൽ നമ്മളെ ജോണി ചിരിപ്പിച്ച പോലെ ജോണിയുടെ കഥാപാത്രം നമ്മളെ ചിരിപ്പിക്കട്ടെ. നമ്മുടെ നായികന്മാർ, നമ്മുടെ ഇതിൽ പുതിയതായിട്ട് അഭിനയിച്ച ഒരുപാട് പേരുണ്ട്. ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം ഈ സിനിമയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സിനിമ കാണുമ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ ഫീൽ ഉണ്ടാവുള്ളൂ. നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഒരു വെള്ളക്കടലാസ് പോലെ നിങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യാതെ ഈ സിനിമ കാണാൻ വരിക, ഈ സിനിമ എൻജോയ് ചെയ്യുക. അത്രയൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും ഈ സായാഹ്നത്തിൽ ഇവിടെ ഇന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. ഇവിടെ വന്ന എല്ലാവരോടും, എല്ലാ മീഡിയ സുഹൃത്തുക്കളോടും, മെയ് 9 ഈ സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. നിങ്ങളെല്ലാവരും ഫാമിലിയോട് വന്ന് കാണുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത്, ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു, ജോണിയൊക്കെ പറഞ്ഞു എൻ്റെ ഫാൻസിലെ സഹോദരങ്ങളെക്കുറിച്ച്. അവരത്രയും ശക്തമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന ആ സഹോദരന്മാരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഈ പ്രിൻസ് ആൻഡ് ഫാമിലി വലിയ ഒരു എന്താ പറയുക, ഫാമിലി ഉൾക്കൊണ്ട് നിറഞ്ഞ സദസ്സിൽ ഈ സിനിമ ഓടണേ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു. Moving on to the official teaser of the movie, Prince and Family. Lights on off here.